ഹരേ കൃഷ്ണ. നമുക്കിനി 11ാമത്തെ ശ്ലോകം നോക്കാം. സർവൈർധ്രുവാദിഭിരുടുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ദ്വീപുകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ ഒരു ശ്ലോകത്തിൽ നഭോമണ്ഡലത്തെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. സർവൈർ ധ്രുവാദിഭിരുടുപ്രകരൈർഗ്രഹൈശ്ച. സർവൈഃ ധ്രുവാദിഭിഃ ഉടുപ്രകരൈഃ ഗ്രഹൈ ച. സർവൈ ഉടുപ്രകരൈ സർവൈ ധ്രുവാദിഭിഃ ഉടുപ്രകരൈ ഗ്രഹൈ ച. ഇങ്ങനെ 5 വാക്കുകൾ ചേരുന്നതാണ് ആ ഒരു വരി. നോക്കാം. സർവൈ എന്ന് പറഞ്ഞാൽ സർവവും എല്ലാം. ധ്രുവാദിഭിഃ ധ്രുവൻ ആദിയായിട്ടുള്ള. ഉടുപ്രകരൈഃ നക്ഷത്ര സമൂഹങ്ങൾ. ഗ്രഹൈച്ച മറ്റ് ഗ്രഹങ്ങളോടുകൂടിയവനും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ നഭോമണ്ഡലത്തിൽ ഭഗവാനെ ഓരോരുത്തരും സേവ ചെയ്യുന്നതാണ് ഇനിയും ഈ പറയുന്നത്. അപ്പോൾ പറയുകയാണ്, ഭഗവാനെ നമ്മൾ മുൻപേ കണ്ടിരുന്നു ധ്രുവപദം, ധ്രുവചരിതം പഠിച്ചപ്പം പറഞ്ഞിരുന്നു അല്ലേ, അത് തന്നെ ഒരു പ്രത്യേക പദമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ധ്രുവൻ മുതലായ സർവ നക്ഷത്ര സമൂഹങ്ങളോടും പിന്നെയോ പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈ. കുറച്ച് വലിയൊരു പദമാണ്. പുച്ഛൈ, ഇവിടെ പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഹി. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നുണ്ട്. പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈ. പുച്ഛാദികേഷു, പുച്ഛം എന്ന് പറഞ്ഞാൽ വാലെന്നാണ് അർത്ഥം. പുച്ഛാദികേഷു വാല് ആദിയായിട്ടുള്ള. അവയവേഷു അവയവങ്ങളുടെ സ്ഥാനത്ത്. അപ്പോൾ വാല് ആദിയായിട്ടുള്ള അവയവങ്ങളുടെ സ്ഥാനത്ത് അഭികൽപ്യമാനൈ എന്ന് പറഞ്ഞാൽ സങ്കൽപ്പിച്ചിരിക്കുന്ന. ഈ ധ്രുവൻ മുതലായ നക്ഷത്ര സമൂഹങ്ങളോടും പിന്നെയോ മറ്റു ഗ്രഹങ്ങളോടും, ഇപ്പം സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയുള്ള മറ്റു ഗ്രഹങ്ങളോടും കൂടിയവനും. പിന്നെയോ ത്വം ശിംശുമാരവപുഷ. ത്വം അങ്ങ് ശിംശുമാരവപുഷ. ശിംശുമാര വപു എന്ന് പറഞ്ഞ ശരീരം അഥവാ ആ രൂപത്തിൽ, ആ ശിംശുമാര രൂപിയായിട്ട് മഹതാമുപാസ്യ. മഹതാം ഉപാസ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മഹതാമുപാസ്യ. മഹതാം എന്ന് പറഞ്ഞാൽ മഹാന്മാരാൽ, സുകൃതികളാൽ, മഹത്തുക്കളാൽ. ഉപാസ്യ സേവിക്കപ്പെടുന്നവനും. അപ്പോൾ ഭഗവാനെ ഏതൊക്കെ ഈ നഭോമണ്ഡലത്തിൽ ആരൊക്കെയാണ് സേവിക്കുന്നത് നോക്കൂ. ഭഗവാനെ ധ്രുവൻ മുതലായ നക്ഷത്ര സമൂഹങ്ങളോടുകൂടിയവരും മറ്റു ഗ്രഹങ്ങളും. അതേപോലെ തന്നെ അല്ലയോ ഭഗവാനെ ശിംശുമാര രൂപിയായിട്ടുള്ള ആ ഈ ശിംശുമാര രൂപി എന്ന് പറയുന്നത് ശിംശുമാരത്തിൻ്റെ രൂപത്തോടു കൂടി അഥവാ തല കീഴായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു ജീവിയെയാണ് ശിംശുമാരം എന്ന് പറയുന്നത്.
ഒരു സർപ്പത്തിൻ്റെയൊക്കെ ഒരു രൂപത്തോടു കൂടിയ ഒരു ജീവി, തല കീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരു സർപ്പാകൃതിയിലുള്ള ഒരു ജീവിയാണ് ശിംശുമാരം. അങ്ങനെയുള്ള ശിംശുമാര രൂപിയായിട്ട് ഇരിക്കുന്ന, പിന്നെയോ മഹാന്മാർക്ക് ഉപാസിക്കത്തക്ക വിധത്തിൽ യോഗ്യനായിട്ടുള്ള, പിന്നെയോ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായൻ. സന്ധ്യാസുരുന്ധി, സന്ധ്യാസു എന്ന് പറഞ്ഞാൽ സന്ധ്യകളിൽ 3 സന്ധ്യകളുണ്ടല്ലേ, ആ 3 സന്ധ്യകളിലും ത്രിസന്ധ്യകളെന്ന് പറയാൻ, പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, അതേപോലെ സായം സന്ധ്യ, ഈ 3 സന്ധ്യകളിലും മഹത്തുക്കളാൽ സേവിക്കാൻ യോഗ്യനായിട്ടുള്ള, മഹാന്മാരാൽ സേവിക്കപ്പെടുന്നവനായിട്ടുള്ള രുന്ധി നരകം മമ സിന്ധുശായിൻ. രുന്ധി എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കി തരണമേ, മാറ്റിത്തരണമേ. എന്ത്? നരകം, നരകത്തെ ഇല്ലാതെയാക്കി തരണമേ. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ നരകങ്ങളെ ഇല്ലാതെയാക്കി തരണമേ. ഇവിടെ ഈ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം നരകം എന്ന് പറയുന്നത് തൻ്റെ രോഗമാണ്. ആ രോഗം തന്നെ അത്രമാത്രം പീഡിപ്പിക്കുന്നുണ്ട്. ഒരു നരകത്തിൽ പോകുന്ന ഓരോ ജീവനും എത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, അത് ഈ ശരീരത്തിലിരിക്കുമ്പോൾ രോഗങ്ങളാൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ, ഇവിടെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നരകം അനുഭവിക്കുന്നത്. അപ്പോൾ ആ നരകത്തിൽ നിന്നും, ആ നരകത്തെ ഇല്ലാതെയാക്കി തരണമേ, മാറ്റിത്തരണമേ. ആരോടാ പ്രാർത്ഥിക്കുന്നത്? സിന്ധുശായിൻ. അല്ലയോ ഭഗവാനെ, പാലാഴിയിൽ ശയിക്കുന്നവനായിട്ടുള്ളവനെ, പള്ളി കൊള്ളുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അവിടുന്ന് ഈ ഉള്ളവൻ്റെ ഈ ദുരിതങ്ങളെ, ഈ രോഗദുരിതങ്ങളെ ഒന്ന് മാറ്റിത്തരയണമേ. അവിടുത്തെ ആരെല്ലാം സേവിക്കുന്നുണ്ട് നഭോമണ്ഡലത്തിൽ, ആ ധ്രുവൻ മുതലായിട്ടുള്ള നക്ഷത്ര സമൂഹങ്ങൾ, മറ്റെല്ലാ ഗ്രഹങ്ങളും അല്ലേ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ ഒട്ടേറെ ഗ്രഹങ്ങൾ, എല്ലാ ഗ്രഹങ്ങളും അങ്ങേ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 3 സന്ധ്യകൾ തോറും മഹാന്മാരൊക്കെയും സുഹൃത്തുക്കളൊക്കെയും ഭഗവാനെ അവിടുത്തെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ അങ്ങാകട്ടെ ആ പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനാണ്. എന്നിട്ടും ഈ ഭഗവാനെ അവിടുത്തെ ഭക്തന്മാർക്ക് വേണ്ടി അങ്ങ് ശിംശുമാരരൂപിയായിട്ട് എല്ലാ മഹത്തുക്കൾക്കും ഉപാസിക്കുവാൻ കഴിയും വിധത്തിൽ, 3 സന്ധ്യകളിലും അങ്ങേ സേവ ചെയ്യുമാറാകും വിധത്തിൽ അങ്ങ് കുടികൊള്ളുന്നു ഭഗവാനെ. അങ്ങനെയുള്ള പാലാഴിവാസിയായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ കൃപ ഒന്നുകൊണ്ടാണ് ഈ നക്ഷത്ര സമൂഹങ്ങൾക്കും മറ്റുള്ള ഗ്രഹങ്ങൾക്കുമൊക്കെ അതിൻ്റെയൊക്കെ സ്ഥാനമെന്ന് പറയുന്ന ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്താണ്. അങ്ങനെ ആ ഒരു വാലിൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഗ്രഹങ്ങൾക്കും മറ്റ് നക്ഷത്ര സമൂഹങ്ങൾക്കുമൊക്കെ സേവ ചെയ്യത്തക്ക വിധത്തിൽ അങ്ങ് ഈ 3 സന്ധ്യകളിലും ഭഗവാനെ അങ്ങ് ശിംശുമാരരൂപിയായി അവർക്ക് ദർശനമേകുന്നു, അനുഗ്രഹമേകുന്നു. അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ ഈ രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ഇവിടെ ഭൂമണ്ഡലത്തിൻ്റെ ഒരു വർണ്ണന കഴിഞ്ഞു അല്ലേ, നവവർഷങ്ങളിലൂടെ സപ്തദ്വീപുകളുടെയൊക്കെ ഒരു വർണ്ണനയിലൂടെ ഭൂമണ്ഡലത്തിൻ്റെ കഴിഞ്ഞു. ഈ ശ്ലോകത്തിൽ ഇപ്പോൾ നഭോമണ്ഡലത്തെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയുകയാണ് ഭഗവാനെ. എത്രമാത്രം എല്ലാം ഈ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം ഭഗവാനിൽ നിന്ന് പോന്നവയാണ്. ഗ്രഹങ്ങളായാലും നക്ഷത്രങ്ങളായാലും എല്ലാം തന്നെയും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരാൽ പോലും അവിടുന്ന് ഭഗവാനെ സ്തുതിക്കപ്പെടുന്നു, ഉപാസിക്കപ്പെടുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സർവൈർധ്രുവാദിഭിരുടു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷ്വഭികൽപ്യമാനൈ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. ശ്ലോകം വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തുടക്കക്കാർക്ക് തോന്നാം. എന്നാലും നമ്മൾ ചെറിയ ചെറിയ പദങ്ങളായി പിരിച്ചു പറയുന്നത് കൊണ്ട് ചേർത്ത് വായിക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരില്ല എന്ന് കരുതുന്നു. ആദ്യത്തെ ഒരു വരി
മുഴുവനും തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. സമസ്തപദമാണ്. അതുപോലെ അതിൻ്റെ അടുത്ത വരിയും. ആദ്യത്തെ വരിയിൽ സർവൈർധ്രുവാദിഭിരുടുപ്രകരൈർഗ്രഹൈശ്ച, സർവൈർധ്രുവാദിഭി ഉടുപ്രകരൈർഗ്രഹൈശ്ച. അപ്പോൾ സർവൈർധ്രുവാദിഭിരുടുപ്രകരൈർ, അവിടെ രായ്ക്ക് ഉകാരം കൊടുത്തു വായിക്കുക. ഉടുപ്രകരൈർഗ്രഹൈശ്ച, അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. അടുത്തത് പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈ. അതും ഇതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം. പുച്ഛാദികേഷു അവയവേഷു ആണ്. അപ്പോൾ പുച്ഛാദികേഷു അവയവ എന്നുള്ളതിൻ്റെ ഉകാരവും അകാരവും ചേർന്നത് ശ്വ എന്ന അവകാരത്തിലേക്ക് പോകുന്നു. പുച്ഛാദികേഷു അവയവേഷു, ഇവിടെ ശ്വ എന്ന് തന്നെ അത് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവയവേഷു അഭികൽപ്യമാനൈ, അവിടെ ഷു അഭി എന്നാണ്. അപ്പോൾ അവയവേഷു അഭി വരുമ്പോൾ അവയവേഷു അഭി ശ്വ വരും അവിടെ. അതുപോലെ തന്നെ അവിടെ ഒരു വിസർഗവുമുണ്ട്. പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈ, അവിടെ ആ പകുതി ഹകാരത്തിൽ നിർത്തുക. പിന്നെ അടുത്തത് മൂന്നാമത്തെ വരിയിൽ മഹതാമുപാസ്യ, അവിടെ മഹതാം ഉപാസ്യ ആണ്. അതുകൊണ്ട് മായ്ക്ക് ഉകാരം കൊടുത്ത് വായിക്കുക. മഹതാമുപാസ്യ, അവിടെ വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ആദ്യത്തെ 2 വരിയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് തുടക്കക്കാർക്ക്. അതൊന്ന് ശ്രദ്ധിച്ചു വായിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ പദങ്ങൾ ചേർത്ത് വെച്ച്. ഇപ്പോൾ സർവൈർധ്രുവാദിഭി, അവിടെ അത് സർവൈ ധ്രുവാദിഭി, അത് രണ്ടും ചേർക്കുക. പിന്നെ ഉടുപ്രകരേർ, അങ്ങനെ ചേർത്ത് വായിച്ച് പരിശീലിക്കുക. അതുപോലെ വേറെ ഒന്ന് മൂന്നാമത്തെ വരിയിൽ ത്വം ശിംശുമാരവപുഷ മഹതാമുപാസ്യ സന്ധ്യാസു. ചില ബുക്കിൽ അങ്ങനെയായിരിക്കും, അതായത് താഴത്തെ വരിയിലെ സന്ധ്യാസു അതും കൂടി ചേർത്ത് എഴുതിയിരിക്കുന്നുണ്ടാവാം. മഹതാമുപാസ്യ സന്ധ്യാസു, അങ്ങനെ വരുമ്പോൾ സ കൂട്ടക്ഷരമായിരിക്കും. അതല്ല എങ്കിൽ മഹതാമുപാസ്യ, അവിടെ ഒരു വിസർഗം വരാം, എന്നിട്ട് താഴെ സന്ധ്യാസു. ഇപ്പോൾ തുടക്കക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെയും വായിക്കാം. മുകളിൽ വിസർഗം കൊടുത്തിട്ട് സന്ധ്യാസു എന്നെടുത്ത് വായിക്കാം. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. ഓം നമോ നാരായണായ. അപ്പോൾ ആദ്യം ഭൂമണ്ഡലം കണ്ടു, പിന്നെ നഭോമണ്ഡലം കണ്ടു. ഇനി അടുത്തത് ഭൂമണ്ഡലം ഭൂമണ്ഡലം കഴിഞ്ഞ് നഭോമണ്ഡലം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ പാതാളമണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. പാതാളമൂലഭുവി, പാതാളത്തിൻ്റെ മൂലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഏറ്റവും താഴെ, അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിട്ട് ശേഷതനും ഭവന്തം, ശേഷതനും ശേഷൻ്റെ രൂപത്തിൽ, ആദിശേഷൻ്റെ രൂപത്തിൽ, ഭവന്തം അങ്ങ്. അപ്പോൾ പാതാളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ അവിടുന്ന് ഭഗവാനെ ആദിശേഷൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്നു. ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം, ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം. ലോലൈക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ലോലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന, ചഞ്ചലമായിട്ടുള്ള, ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏകകുണ്ടലം, ഒരു കുണ്ടലം. ഏകം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കുണ്ടലം, അതായത് ഒന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള കുണ്ടലം. വിരാജി സഹസ്രശീർഷം, വിരാജിക്കുന്ന, വിളങ്ങുന്ന, ശോഭിക്കുന്ന സഹസ്രശീർഷം. സഹസ്രം 1000, ശീർഷം ഇവിടെ ശിരസ് എന്നതിനേക്കാൾ 1000 ശിരസ് എന്ന് പറഞ്ഞാൽ 1000 ഫണങ്ങളുള്ളവനുമായിട്ടുള്ള ആ ആദിശേഷ മൂർത്തിയുടെ രൂപത്തിൽ കുടികൊള്ളുന്ന.
അപ്പോൾ പാതാളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ 1000 ഫണങ്ങളോട് കൂടിയ ഒരേ ഒരു കുണ്ടലം കൊണ്ട് തന്നെ ശോഭിക്കപ്പെടുന്ന, അത്രമാത്രം ശോഭിക്കുന്ന കുണ്ടലമാണെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഒരേ ഒരു കുണ്ടലം കൊണ്ട് തന്നെ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന. പിന്നെയോ നീലാംബരം ധൃതഹലം. നീലാംബരം, നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചവനായിട്ടുള്ള. ധൃതഹലം, ധൃത എന്ന് പറഞ്ഞാൽ ധരിച്ച അല്ലെങ്കിൽ കയ്യിലേന്തിയ. എന്ത്? ഹലം. ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ. അപ്പോൾ കലപ്പ കയ്യിലേന്തിയിട്ടുള്ളവനുമായിട്ടുള്ള. ഭുജഗാംഗനാഭി, ഭുജഗാംഗനാഭിഹി എന്ന് പറഞ്ഞാൽ, ഭുജകം എന്ന് പറഞ്ഞാൽ കൈകൾ. അപ്പോൾ കൈകളിൽ കലപ്പയേന്തിയതായിട്ടുള്ള. പിന്നെയോ അംഗനാഭിർജുഷ്ടം എന്ന് പറഞ്ഞാൽ നാഗസ്ത്രീകളാൽ. ഇവിടെ ആദിശേഷന്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ഭഗവാനെ മറ്റ് നാഗസ്ത്രീകൾ ജുഷ്ടം എന്ന് പറഞ്ഞാൽ സേവ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റ് നാഗസ്ത്രീകളാൽ സേവിതനായിട്ടുള്ള അല്ലയോ ഭഗവാനെ. ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. ഭജേ എന്ന് പറഞ്ഞാൽ ഞാൻ ഭജിച്ചു കൊള്ളുന്നു ഭഗവാനെ. ഹര ഗദാൻ, ഹര എന്ന് പറഞ്ഞാൽ ഹരിക്കണമേ, ഇല്ലാതെയാക്കി തരയണമേ. ഗദാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ രോഗസമൂഹങ്ങളെ, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രോഗ ദുരിതങ്ങളെ ഒന്ന് ഇല്ലാതെയാക്കി തരണമേ. ഗുരുഗേഹനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ ഈ രോഗദുരിതങ്ങളെ ഒന്ന് ഇല്ലാതെയാക്കി തരണമേ. അങ്ങാകട്ടെ ആ പാതാളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഭഗവാനെ സഹസ്രഫണങ്ങളുണ്ടായിട്ടും ഒരേ ഒരു കുണ്ടലത്തിൻ്റെ ശോഭ കൊണ്ട് തന്നെ ആ പാതാളത്തെ മുഴുവൻ പ്രശോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയെ ആകട്ടെ അവിടുത്തെ നാഗസ്ത്രീകളൊക്കെ അങ്ങനെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു സദാ. അങ്ങനെയുള്ള ഭഗവാനെ, കയ്യിൽ കലപ്പയേന്തിയ അവിടുന്ന്, ആയുധപാണിയായിട്ടുള്ള അവിടുന്ന് ഭഗവാനെ എൻ്റെ ഈ രോഗദുരിതങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി തരണമേ അല്ലയോ ഗുരുവായൂരപ്പ. അവസാനം ആ ഒരു അപേക്ഷയോടുകൂടിയാണ് ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഈ ഒരു ദശകം അവസാനിപ്പിക്കുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഭഗവാനെ അങ്ങയെ ഉപാസിക്കാനാണ്. ആ ഉപാസനയ്ക്ക് അല്പമെങ്കിലും ആ ഒരു ഏകാഗ്രത അല്ലെങ്കിൽ പൂർണ്ണത നഷ്ടപ്പെടുത്തുന്നത് തൻ്റെ രോഗസമൂഹങ്ങളാണ്. അപ്പോൾ പൂർണ്ണമായും ഭഗവാനെ അങ്ങയെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ രോഗങ്ങളെ ഇല്ലാതെയാക്കി തരണമേ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. ശ്ലോകം കുറച്ചുകൂടി എളുപ്പമാണ്. അതിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം, അത് ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് ഭുജഗാംഗനാഭിർജുഷ്ടം. അവിടെ അതത്രയും ചേർത്ത് വായിക്കുകയാണെങ്കിൽ താഴെ ജ കൂട്ടക്ഷരമായിരിക്കും. അതല്ല, അത് ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഭുജഗാംഗനാഭി, ഇവിടെ ഒരു വിസർഗം കൊടുത്ത് നിർത്തിയിട്ട് താഴെ ജുഷ്ടം എന്നെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഓം നമോ നാരായണായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ നമ്മൾ ഈ ഒരു ദശകത്തിൽ ഒന്ന് ചുരുക്കി പറയാം. ആദ്യം ഭൂമണ്ഡലത്തെക്കുറിച്ച് വർണ്ണിച്ചു. അവിടെ 9 വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. 9 വർഷങ്ങളിലെ 9 മൂർത്തികളെക്കുറിച്ച് പറഞ്ഞു. 9 ഉപാസകരെക്കുറിച്ച് പറഞ്ഞു അല്ലേ, പ്രധാനപ്പെട്ട ഉപാസകരെ. നമ്മൾ ഈ ആദ്യത്തെ 9 വർഷങ്ങൾ കുടികൊള്ളുന്ന ദ്വീപ് ജംബൂദ്വീപാണ്. ഈ ജംബൂദ്വീപിലാണ് 9 വർഷങ്ങൾ. അതുപോലെ ഈ 9 വർഷങ്ങളിലെ പ്രധാന മൂർത്തിമാരുടെയും ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു. കാരണം പിന്നീട് നമ്മൾ
9 വർഷങ്ങൾ കഴിഞ്ഞ് ദ്വീപുകളെക്കുറിച്ച് പറയുമ്പോൾ സപ്തദ്വീപുകളിൽ ഒരു ദ്വീപ് അതിൽ ഇല്ല, 6 ദ്വീപുകളെക്കുറിച്ച് മാത്രമാണ് അവിടെ പറയുന്നത്. അതായത് നമ്മുടെ 10ാമത്തെ ശ്ലോകത്തിൽ. അതിന് കാരണം ആദ്യത്തെ ഒരു ദ്വീപ്, ആ ജംബൂ ദ്വീപ് എന്ന് പറയുന്നതിലാണ് ബാക്കിയുള്ള 9 വർഷങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ 9 വർഷങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജംബൂ ദ്വീപിലെ വർണ്ണനയാണ് ആദ്യത്തെ 9 ശ്ലോകങ്ങളിലുള്ളത്. പിന്നീട് 6 ദ്വീപുകൾ, 7 സപ്തദ്വീപുകളിലെ 6 ദ്വീപുകളെക്കുറിച്ച് പിന്നീട് 10ാമത്തെ ശ്ലോകത്തിലും 11ാമത്തെ ശ്ലോകത്തിൽ നഭോമണ്ഡലത്തെക്കുറിച്ചും 12ാമത്തെ ശ്ലോകത്തിൽ പാതാളമണ്ഡലത്തെക്കുറിച്ചും പറഞ്ഞ് ഈ ദശകം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇവിടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമുക്കും ഭഗവാന്റെ പാദങ്ങളിൽ ഈ ദശകത്തെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ അവസാനിപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.